ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയുടെ കൂടെ വന്ന മലേഷ്യക്കാരുടെ മുമ്പിൽ പോയി പെട്ട തന്നെക്കുറിച്ചും തന്റെ അച്ഛനെക്കുറിച്ചുമൊക്കെ അവർ ചോദിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയൊരു അടവിറക്കുവാണ്. ശ്രുതി വായിൻ്റെ ഉള്ളിൽ ഒരുപാട് പഞ്ഞി തിരികെ കയറ്റിയിട്ട് കവൾ ഇങ്ങനെ വീർത്തിരിക്കുന്നത് പോലെ അഭിനയിക്കുവാണേ. അതായത് നല്ല പല്ലുവേദന ഉള്ളതുപോലെ അഭിനയിക്കുവാണ്. അതാവുമ്പോൾ ആരോടും മിണ്ടണ്ടല്ലോ, ആരുടെ ചോദ്യങ്ങൾക്കും മറുപടിയും പറയേണ്ടി വരില്ല. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്, മോളെ ശ്രുതി ഇറങ്ങി വാ, അതേ നിന്റെ നാട്ടുകാർ വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കവളൊക്കെ വീർപ്പിച്ചിട്ട് മുറിയിൽ നിന്നും പയ്യെ ഇറങ്ങി താഴോട്ട് വരുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദേ മോളെ ഇതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കി, നിന്റെ നാട്ടുകാരാ, നിനക്ക് ഇവരെയൊക്കെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോഴാണ് ചന്ദ്ര ശ്രുതിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. ഇതെന്തോ പറ്റി മോളെ, കവളൊക്കെ ഇങ്ങനെ വീർത്തിരിക്കുന്നു, കുറച്ചു മുമ്പ് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയുന്നുണ്ടേ, ഭയങ്കര പല്ലുവേദന ആൻറ്റി, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഓ പല്ലുവേദനയാണോ, ഷോ എന്തൊരു കഷ്ടമാണ്, അതൊക്കെ പോട്ടെ മോളെ, മോളുടെ അച്ഛൻ്റെ പേരും സ്ഥലമൊക്കെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ, അറിയാവോന്ന് അവരൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വീണ്ടും ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ചന്ദ്ര ഒന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോഴേക്കും മലേഷ്യയിൽ നിന്നും വന്നവർ ചോദിക്കുന്നുണ്ട്, ഈ മലേഷ്യയിൽ എവിടെയായിട്ടാ മോളെ നിങ്ങൾ താമസിക്കുന്നത്, അച്ഛൻ അവിടെ എന്ത് ബിസിനസ്സാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നിന്ന് വീണ്ടും ഇങ്ങനെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ശ്രുതി ചേച്ചി അന്ന് പറഞ്ഞായിരുന്നില്ലേ അവിടെ ഹോട്ടൽ ബിസിനസ് എന്തോ ചെയ്യുമായിരുന്നു എന്ന്. അപ്പോഴേക്കും ഈ മലേഷ്യക്കാരൻ പറയുന്നുണ്ട്, ഹോട്ടൽ ബിസിനസ് ആണോ, അവിടെയുള്ള ഒരുവിധം ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ എനിക്കറിയാം, എന്താ മോളുടെ അച്ഛൻ്റെ പേരൊന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തല കറങ്ങുന്നത് പോലെയൊക്കെ അഭിനയിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ലല്ലേ, എന്നാൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ ശരി അങ്കിളേന്ന് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഇറങ്ങുവാണ്. അപ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട്, ഈ വേദന വെച്ച് നീ ഒറ്റക്കൊന്നും പോകണ്ട, ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ ശ്രുതി സമ്മതിക്കുന്നില്ലേ, ഹേ ആൻറ്റി ഒന്നും വരണ്ട, ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാന്ന് ആക്ഷൻ വെച്ച് കാണിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആൻറ്റി പോകണ്ട, ഞാൻ ശ്രുതി ചേച്ചിയുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് വർഷ ശ്രുതിയുടെ കൂടെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഒരുപാട് തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷ സമ്മതിക്കുന്നില്ല, പല്ലുവേദനയും വെച്ച് ഒറ്റയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാനും കൂടെ വരുമെന്ന് പറഞ്ഞ് വർഷ കൂടെ പോവാണ് ശ്രുതിയുടെ. വർഷയില്ലായിരുന്നെങ്കിൽ ശ്രുതി നേരെ ചന്ദ്രോദയത്തിൽ നിന്നിറങ്ങി മീരയുടെ വീട്ടിൽ പോയി വല്ലതും എഴുന്നാനിരുന്നു. ഇതിപ്പോൾ പല്ലുവേദനയാണെന്ന് പറഞ്ഞും പോയി, വർഷയും കൂടെയുണ്ട്, അതുകൊണ്ട് എന്തായാലും പല്ലാശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എന്ന് ഓർത്തിട്ട് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. ശ്രുതിയുടെ ഈ പല്ലുവേദന ഒരു അഭിനയം മാത്രമാണെന്ന് സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നുണ്ട്. അവർ ഭയങ്കര സംശയത്തോടെ തന്നെയാണ് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുമുണ്ട് സച്ചിയും രേവതിയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ വർഷയും കൂട്ടി ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും സച്ചി നേരെ രേവതി അടുക്കളയിൽ പാചകം ചെയ്യുന്ന തിരക്കിലായിരിക്കും, ഇവർക്ക് സദ്യ കൊടുക്കണമല്ലോ. അപ്പോൾ സച്ചി ഈ ടൈമിൽ അടുക്കളയിൽ പോയിട്ട് രേവതിനോടായിട്ട് സംസാരിക്കുന്നുണ്ട്. പാലറേട്ടത്തിയുടെ പല്ലുവേദന ഒരു അഭിനയമായിട്ട് തോന്നിയില്ല രേവതി എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ രേവതി, ഇത്രയും ശക്തമായിട്ടുള്ള പല്ലുവേദനയൊന്നും ഒറ്റയടിക്കൊന്നും വരത്തില്ല, ആദ്യം നമുക്ക് ചെറുതായിട്ട് വേദനയൊക്കെ 2-3 ദിവസം മുമ്പേ അനുഭവപ്പെടും, അത് കൂടി നമുക്കിങ്ങനെ ഒന്നും കഴിക്കാൻ പറ്റാതെ ആവും, അതും കഴിഞ്ഞാൽ ഇങ്ങനെ കവളൊക്കെ വീർത്ത് പല്ലുവേദന ഇത്രയും കൂടിയൊക്കെ വരുള്ളൂ, പാലറേട്ടത്തിക്ക് കുറച്ച് മുമ്പ് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, ഈ മലേഷ്യക്കാരെ കണ്ടപ്പോഴാണ് പാലറേട്ടത്തിക്ക് പല്ലുവേദന വന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അത് ശരിയാ, അത് ഞാനും ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് പാലറേട്ടത്തേക്ക് ഉറപ്പാണ്, അവരെന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയമാണ് പാലറേട്ടത്തിയുടെ ഈ പല്ലുവേദന അഭിനയമെന്ന് സച്ചി തറപ്പിച്ച് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കും തോന്നി സച്ചിയേട്ടാ, അത് കുറച്ച് മുമ്പ് വരെ ഞാൻ ഇവിടെ പാചകം ചെയ്യുന്ന ടൈമിൽ ഇവിടെ വന്ന് തേങ്ങാക്കൊത്തൊക്കെ കടിച്ച് പറിച്ച് തിന്നുന്നുണ്ടായിരുന്നു, അപ്പോഴൊന്നും ഒരു വേദനയും ഇല്ലായിരുന്നു, ഇത് അഭിനയം തന്നെയാണ്, എനിക്ക് ഉറപ്പാന്ന് രേവതിയും ഉറപ്പിച്ച് പറയുവാണ്. ഏതായാലും വർഷ കൂടെ പോയിട്ടുണ്ടല്ലോ, വർഷ നല്ല ആളാ, എന്തെങ്കിലും കള്ളത്തരുണ്ടെങ്കിൽ അത് കൈയോടെ പിടിച്ചോളും, നമുക്ക് വരുമ്പോൾ നോക്കാം സച്ചിയേട്ടാ, ഇത് ഒറിജിനൽ പല്ലുവേദനയാണോ അത് അഭിനയമാണോ എന്നൊക്കെ നോക്കാം, വർഷ ഇല്ലായിരുന്നെങ്കിൽ അവളെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഏതെങ്കിലും മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെയൊക്കെ പറ്റിച്ചാലേ, ഇതിപ്പോൾ വർഷ കൂടെ ഉണ്ടല്ലോ, ശ്രുതിയുടെ കള്ളത്തരങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മുടെ രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഓക്കെ, അവർ ഹോസ്പിറ്റലിൽ പോയി വരുന്നത് വരെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അടുക്കളയിൽ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് പല്ലാശുപത്രിയാണ്. വർഷയും ശ്രുതിയും കൂടി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. ശ്രുതി പറയുന്നുണ്ട്, വർഷ പൊയ്ക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ഏയ് പല്ലുവേദനയുള്ള ശ്രുതി ചേച്ചി ഒറ്റയ്ക്കിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ, ഞാൻ ഡോക്ടറെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് വർഷ കൂടെ ഇരിക്കുമ്പോൾ ശ്രുതി എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുവാണ് വർഷയെ. എൻ്റെ പല്ലുവേദനയ്ക്കൊക്കെ ഇപ്പോൾ കുറവുണ്ട്, ഞാൻ നാളെ ശ്രുതിയായിട്ട് വന്ന് കണ്ടോളാം എന്ന് പറയുമ്പോഴേക്കും വർഷ സമ്മതിക്കില്ലേ. വർഷ പറയുന്നുണ്ട്, പല്ലുവേദനയൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെർവ്സും പല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുവാണ്,
പറയുവാണ്. ഇപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിവിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഭാവിയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നൊക്കെ വർഷ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കിന്നൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്, വലിയൊരു ക്ലയൻറ്റാണ് എൻ്റെ, അത് പോകും വർഷ, ഞാനിപ്പോൾ പോയി ആ ക്ലയൻറ്റിനെ കാണട്ടെ എന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അതൊക്കെ പിന്നെ ഇത്രയും പല്ലുവേദന വെച്ചിട്ട് ശ്രുതി ചേച്ചി ഇനിയിപ്പോൾ ക്ലയൻറ്റിനെ ഒന്നും കാണാൻ പോകണ്ട, അവരുടെ അടുത്ത് നാളെ വരാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ തന്നെ ഇരിക്കുവാണ്. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ശ്രുതിനെ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അകത്തോട്ട് കയറാൻ പോകുമ്പോൾ വർഷയും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, വർഷ വരണ്ട, ഇവിടെ നിന്നോ, ഡോക്ടറെ ഞാൻ ഒറ്റയ്ക്ക് കണ്ടോളാം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, ഹേയ് പല്ലുവേദനയുള്ള ശ്രുതി ചേച്ചി എങ്ങനെ സംസാരിക്കാനാ, ഞാൻ കൂടെ ഇരുന്ന് ഡോക്ടറിനോട് വിവരങ്ങളൊക്കെ പറഞ്ഞോളാം, ശ്രുതി ചേച്ചിയെ ഞാൻ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് വർഷയും ശ്രുതിയുടെ കൂടെ OP-യിലോട്ട് കയറുവാണ്. ഡോക്ടറുടെ മുറി കയറിയിട്ട് വർഷ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വിവരങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഡോക്ടറെ ഇപ്പം എനിക്ക് വേദന കുറവുണ്ട്, എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് വിട്ടാൽ മതി എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ നോക്കാതെ എങ്ങനെ ഞങ്ങൾ മരുന്ന് തരാനാ, താൻ ഈ കസേരയിലോട്ടൊന്ന് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നിർബന്ധിച്ചിരുത്തുവാണ്. വർഷ പിടിക്കുന്നൊക്കെ ഉണ്ട് ശ്രുതിയെ. എന്നിട്ട് ശ്രുതിൻ്റെ അടുത്ത് വാ പൊളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് പേടിയാവും, ഈശ്വര ഡോക്ടർ എന്നെ ചെക്ക് ചെയ്ത് എന്നിട്ട് പല്ലിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷ ഞാൻ ചെയ്തതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കുമല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും വർഷ പറയും, ശ്രുതി ചേച്ചി വാ തുറന്ന് കാണിക്കുമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ശ്രുതിയുടെ വായിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, ഒരു പല്ല് കേടായിട്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി തന്നെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ വർഷയും നോക്കുന്നുണ്ട്, ശരിയാണല്ലോ പല്ലിന് നല്ല കേടുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇപ്പോൾ തന്നെ നമുക്കത് എടുക്കാം, വേദന കൂടി ആ കേട് ബാക്കിയുള്ള പല്ലിലും കൂടി സ്പ്രെഡ് ആകുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ഡോക്ടർ, ഞാൻ വേറൊരു ദിവസം വരാം, ഇപ്പം പല്ലൊന്നും എടുക്കേണ്ടതെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയെ വർഷ വിടുന്നില്ല. ശ്രുതി ചേച്ചി അവിടെ ഇരിക്കുക, പല്ലുവേദനയും വെച്ച് ഇനി വീട്ടിലോട്ടൊന്നും പോകണ്ട, ഡോക്ടർ ആ പല്ല് ഇപ്പം തന്നെ പറിക്കണം, ചേച്ചി ഇവിടെ ഇരിക്കുക, ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ചു നിർത്തുന്നുണ്ട്. ഡോക്ടർ വന്ന് ശ്രുതിയുടെ ആ പല്ലും എടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ പല്ലുവേദന അഭിനയം ശരിക്കുമായി മാറുവാണ്. ശ്രുതിയുടെ ഒരു പല്ല് ഡോക്ടർ പറിച്ചെടുക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മലേഷ്യക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സദ്യയൊക്കെ. രേവതിയുടെ പാചകത്തെ പുകഴ്ത്തി ഒരുപാട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്ത് ശ്രുതി വരുവാണേ. ശ്രുതിനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നൊക്കെയുണ്ട് ചന്ദ്ര. അപ്പോഴേക്കും ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് പെട്ടെന്ന് പല്ലുവേദന വന്നു, വർഷ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ട് പോയിരിക്കുവാന്നൊക്കെ ശ്രുതിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സച്ചി കൊണ്ടേ ആക്കി കൊടുത്തൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചി ഇങ്ങനെ തിരക്ക് പിടിച്ചിരിക്കുന്നതാണ്. രേവതി ഇവരെന്താ ഇപ്പോഴും വരാത്തത്, കുറേ നേരം ആയല്ലോ ആശുപത്രി പോയിട്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവർ വന്നോളും സച്ചിയേട്ടാ, ഡോക്ടറെയൊക്കെ കാണാൻ ചിലപ്പോൾ തിരക്കുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വർഷ ഒരു പെട്ടി ഐസ്ക്രീമൊക്കെ ആയിട്ട് ചന്ദ്രോദയത്തിലോട്ട് വരുവാണ് ശ്രുതിയെയും കൂട്ടി. ചന്ദ്രയും ശ്രുതിയൊക്കെ ശ്രുതിനോട് വിശേഷം ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതെ നിൽക്കുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് ബാക്കി വിവരങ്ങളൊക്കെ, ശ്രുതി ചേച്ചിയുടെ പല്ല് പറിച്ചു എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, പല്ല് പറിച്ചോ, അതെന്തിനാ, ഒരു പല്ലിൽ നല്ല കേടുണ്ടായിരുന്നു, അപ്പോൾ ഡോക്ടർ അത് വെച്ചോണ്ടിരിക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൈയോടെ ഞങ്ങൾ പറിച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചിൻ രേവതിയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടേ. അപ്പോൾ ഇത് ശരിക്കും ആയിരുന്നോ പല്ലുവേദന എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ പിന്നീട് പറിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ ഈ വർഷ നിർബന്ധിച്ച് എന്നെ അവിടെ ഇരുത്തി പല്ല് പറിപ്പിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, പിന്നെ പല്ല് പറിക്കാതെ അല്ലെങ്കിൽ പിന്നെ ബാക്കി പല്ലിലൊക്കെ സ്പ്രെഡായി പിന്നെ ശ്രുതി ചേച്ചി സെറ്റ് പല്ല് വെച്ച് നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് വർഷ. എന്നിട്ട് എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ശ്രുതിനോട് പറയുന്നുണ്ട്, മോളെ ശ്രുതി അവർക്ക് നിന്നോട് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, കുറച്ച് മുമ്പ് അവർ പോയത്, മോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മോളുടെ അച്ഛനെ പറ്റിയും ജയിലിൽ നിന്ന് അച്ഛനെ ഇറക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറ്റിയും നമുക്ക് ചോദിക്കായിരുന്നു, അവർക്ക് മലേഷ്യയിൽ എല്ലാ കാര്യങ്ങളും അറിയാമെന്നൊക്കെ ചന്ദ്ര പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പാലറേട്ടത്തി പല്ലുവേദന അഭിനയിച്ചതെന്നൊക്കെ പറയുവാണ്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി എനിക്ക് നല്ല വേദനയുണ്ട്, ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. അടുക്കളയിൽ വെച്ചിട്ട് സച്ചി രേവതിനോട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഈ പാലറേട്ടത്തിക്ക് എന്തായിരിക്കും പെട്ടെന്ന് പല്ലുവേദന വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഏതായാലും ശ്രുതിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ പല്ലുവേദനയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ പല്ലുവേദനയുണ്ട്, അത് ശരിക്കും ഉള്ളതാണെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ നാട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമായിരിക്കില്ല രേവതി, നമ്മൾ അവിടുത്തെ മാറ്റങ്ങളെക്കുറിച്ചും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും വിശേഷങ്ങളൊക്കെ എന്ത് സന്തോഷത്തിലായിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ പാലറേട്ടത്തെ ശ്രദ്ധിച്ചോ, ഒന്നും ചോദിച്ചുമില്ല സന്തോഷവുമില്ല, പെട്ടെന്ന് പല്ലുവേദന
പല്ലുവേദന എന്ന് പറഞ്ഞ് ഇവിടെ നോടിപ്പോയി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി ശരിക്കും പല്ലുവേദന വന്നതായിരിക്കുമോ? അപ്പോൾ സച്ചി പറയും, ഹേ ഇത് ശരിക്കുള്ള പല്ലുവേദനയൊന്നുമല്ല, പക്ഷേ വർഷയെ സമ്മതിക്കണം കേട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ട് ഈ പല്ല് പറിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എന്നാലും പല്ല് പറിക്കുന്നത് വരെ ഒരാൾ ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമോ സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഈ പാലറേട്ടത്തിൽ നല്ല ഒന്നാം തരം ഫ്രോഡാ, കള്ളത്തരം പിടിക്കപ്പെടുമെന്നാവുമ്പോഴേക്കും അവർ പലതും ഇതുപോലെ ചെയ്തു കൂട്ടും എന്നൊക്കെ സച്ചി പറയുവാണ്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാ രേവതി, അവൾ മലേഷ്യക്കാരിയൊന്നും അല്ല, നല്ല ഒന്നാം തരം പഠിച്ച കള്ളിയാ, ഇതുപോലെ അവളുടെ ഓരോ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിക്കും, നീ നോക്കിക്കോ രേവതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.